ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണം, ഭാഗം 371. ഇന്ന് ജനുവരി മാസം 5-ാം തീയതി, 5-ാം ദിനത്തിലെത്തി. വളരെ ബുദ്ധിപരമായിട്ടാണ് വചനത്തെ നമ്മൾ വായിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. അവനവൻ്റെ ആവശ്യത്തിനും സൗകര്യത്തിനും മാത്രം ഇണങ്ങുന്ന വിധത്തിൽ. കടലോളം പൊറുതി കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് വിനയപൂർവം ആദ്യമേ തിരിച്ചറിയുക. കൃതജ്ഞതയുടെ, കരുണയുടെ ആ കടലിൽ മുങ്ങി നിന്നുകൊണ്ട് തന്നെ സകലരോടും സകലത്തിനോടും അവസാനത്തോളം പൊറുക്കുക. ക്രിസ്തുയേശു എന്ന അത്ഭുതം ഇതാണ്. ഇങ്ങനെയാണ് ഒരാളിൽ നിന്ന് അടുത്തവരിലേക്കും തുടർന്ന് അടുത്തടുത്തവരിലേക്കും, അങ്ങനെ ചങ്ങലയുടെ കണ്ണികൾ പോലെ. റിലേ മത്സരത്തില് ബാറ്റൺ കൈമാറും പോലെ ഒരാളിൽ നിന്ന് കൂടുതൽ കരുത്തോടെ കരുതലോടെ അപരനിലേക്ക് ആ കരുണയും പൊറുതിയും കരുതലും എത്തുകയാണ്. ഒരിക്കലും നിലയ്ക്കാത്ത ഉറവയുടെ പ്രഭാവം പോലെ. അങ്ങനെ പതിയെ പതിയെ യേശു കഥയിലെ സ്നേഹനിധിയായ ആ പിതാവായി ഓരോരുത്തരും മാറുവാണ്. ദൈവത്തിൻ്റെ അത്ര വലിയ ഒരു ഉറപ്പാണ് നമ്മൾ ഇങ്ങനെ തീരെ നിസ്സാരമാക്കി കളയുന്നതും, കണ്ടില്ലെന്ന് നടിക്കുന്നതും, അവഗണിച്ച് അകറ്റുന്നതും. യിരെമ്യാവ് പ്രവാചകനാണ് നമ്മളെ അത് അറിയിച്ചത്. പ്രവചന ഗ്രന്ഥത്തിൻ്റെ 29-ാം അധ്യായത്തിൽ, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്, മറ്റൊരു വലിയ അപകടം കൂടി അരങ്ങേറുന്നുണ്ട്. അവനവനിലുണ്ടായിരിക്കേണ്ട മിനിമം വിശ്വാസവും നഷ്ടപ്പെടുന്നു. ഒരുവൻ കലഹിക്കുന്നത് അവൻ്റെ യജമാനനോടാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ ആദ്യ വായനയിൽ ആർക്കും തോന്നുക. എന്തുമാത്രം ഹൃദയം പൊള്ളിയും ഉലഞ്ഞുമായിരിക്കും ഇങ്ങനെയൊരു കഥ മെനഞ്ഞെടുത്ത് ക്രിസ്തുയേശു നമ്മോട് അന്ന് പറഞ്ഞത്. താലന്തിൻ്റെ ഉപമയിലെ 3-ാമത്തെ ഭൃത്യൻ്റെ നിലപാടാണ് പരാമർശ വിഷയം. അയാൾ പറയുകയാണ് യജമാനനോട്, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇയാൾ എന്തൊരു മനുഷ്യനാണെന്ന് ഉറക്കെ ചോദിച്ച് ഇയാളോട് കലഹിക്കാനായിട്ട് ധൃതിപ്പെടാതെ, വല്ല പരിചയമുണ്ടോ ഇയാളെ? ഞാനും നിങ്ങളുമൊക്കെയാണ് ഇയാളെന്ന് കുറച്ചു നേരം തനിച്ചിരുന്ന് കഴിയുമ്പോൾ തീർച്ചയായും പിടികിട്ടും. നമ്മുടെ മനസ്സിലാക്കലുകൾ എല്ലാം എത്രയോ ശരിയാണെന്നും അത് മാത്രമാണ് ശരിയെന്നും ശാഠ്യം പിടിക്കുന്നവരായി നമ്മൾ ഇതിനോടകം മാറിയിട്ടില്ലേ? യജമാനനെ ഇയാൾ എന്ത് മനസ്സിലാക്കിയെന്നാണ് അവകാശപ്പെടുന്നത്? അപ്പനെ മനസ്സിലാക്കി, അമ്മയെ മനസ്സിലാക്കി, ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, സ്നേഹിതരെ, ഗുരുക്കന്മാരെ, അങ്ങനെ നമ്മൾ മനസ്സിലാക്കാത്തവരായി ഭൂമിയിൽ മറ്റാരും ബാക്കിയില്ലാത്ത സ്ഥിതിയുമായി. പക്ഷെ ഒടുവിൽ ഒറ്റ ചോദ്യം മതി ചീട്ടുകൊട്ടാരം പോലെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മുഴുവൻ മണ്ടൻ വിചാരങ്ങളും നിശ്ചയങ്ങളും തകർന്ന് തരിപ്പണമാകാൻ വേണ്ടി. നിങ്ങളെ മനസ്സിലാക്കിയോ? ഇയാളുടെ കലഹം തൻ്റെ യജമാനനോട് മാത്രമായിരുന്നില്ല, തന്നോട് തന്നെ ആയിരുന്നു. നമുക്ക് ഈ 5-ാം ദിനത്തിൻ്റെ പുലരിയിൽ അവനവനോട് തന്നെയുള്ള മുഴുവൻ കലഹങ്ങളോടും വിട പറയാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.